ഇതേ ഞാൻ അന്വേഷിച്ചിരുന്നൊരു കേസാണ്. ഇത് 5 സ്ഥലങ്ങളിലായി നടന്ന മരണങ്ങൾ. ആദ്യത്തേത് കോഴിക്കോട് കാർത്തിക് സേട്ടുവിൻ്റെ മരണം, പിന്നെ DYSP അഹമ്മദും ഭാര്യയും, ഒരു ഡോക്ടർ ജോസഫ് ചാലയും ഭാര്യയും. ഇതെല്ലാം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. ഗംഗ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം കൂട്ടിയിണക്കുന്നത്? എല്ലാ പേരും മരിച്ചിരിക്കുന്നത് അവരുടെ മുഴുവൻ കുടുംബത്തോടൊപ്പം. മരിച്ച ആൾക്കാരുടെ എല്ലാം ചൂണ്ടുപേരിൽ മുറിഞ്ഞു പോയി. അതത്ര നോട്ടീസ് ചെയ്തിട്ടില്ല. You think somebody is behind this? കൺട്രോൾ ആൻസറിംഗ്. ഒരു എമർജൻസി മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. DYSP എബ്രഹാം കോശി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. എബ്രഹാം കോശിക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉള്ളതായി അറിയാമോ? ഇല്ല, എന്റെ അറിവിൽ ആരുമില്ല. ഡ്യൂട്ടിക്കിടെ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിനെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ നടപടികളൊക്കെ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ അറിയാലോ സർ. ഇന്ന് കാലത്താണ് ഫിംഗർ പ്രിന്റ് കിട്ടിയത് സർ. പോലീസ് ഡാറ്റാബേസിലും ക്രൈം റെക്കോർഡ്സിലും തിരയുന്നുണ്ട്. ആധാർ അതോറിറ്റിക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. നൗ ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓക്കെ. ഇവനാൾ ഡേഞ്ചർ ആട്ടമാണ് ശരിക്കും നോട്ടോറിയസ്. പക്ഷെ ഇവൻ അകത്താണല്ലോ. ലെറ്റ്സ് ലൊക്കേറ്റ് ഹിം. യെസ് മാം. Yes. ഏകദേശം 10-14 വർഷം മുമ്പാണ് ഒരു കൊലപാതക കേസിൽ വാസുദേവൻ എന്നൊരു ചെറുപ്പക്കാരനെ എൻ്റെ മുമ്പിൽ കൊണ്ടു. ഒരപ്പു മാഷയുടെ മകൻ. അവൻ ഒരു സേട്ടുവിൻ്റെ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. വാസുദേവൻ സേട്ടുവിൻ്റെ വീട്ടിലെ ബാല്യക്കാരിയെ റേപ്പ് ചെയ്ത് കൊന്നു എന്നായിരുന്നു കേസ്. കേസിൻ്റെ വിധി എഴുതുന്ന മുമ്പ് അവൻക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കാരി. ഞാൻ കൊന്നിട്ടില്ല. തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. IPC 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിൽ ശിക്ഷിക്കാൻ ഈ കോടതി ഉത്തരവിട്ടു. പിന്നീട് ഗതികേടും മാനക്കേടും കൊണ്ട് ആ മാഷും കുടുംബവും അവൻ്റെ ഭാര്യ ഉൾപ്പെടെ 7 പേർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട് എനിക്കൊന്ന് അവിടം വരെ പോകണമെന്ന് തോന്നി. പോലീസുകാരുടെ ഒപ്പം നിൽക്കുന്ന അവനെ ഞാൻ അവിടെ കണ്ടു. ഈ ഭൂമി മുഴുവൻ ദഹിപ്പിക്കാനുള്ള അഗ്നി അവൻ്റെ കണ്ണുകളിലുണ്ടായി. കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന ശേഷം അവനെക്കുറിച്ച് അന്വേഷിച്ച് ജയിലിൽ ചെന്നു. അപ്പോഴേക്കും അവൻ ശിക്ഷ കഴിഞ്ഞ് അവിടുന്ന് പോയിരുന്നു. അവിടെ വെച്ചാണ് അറിഞ്ഞത് മരിച്ചു കിടന്ന അവൻ്റെ കുടുംബത്തെ കണ്ട ഷോക്കിൽ അവനൊരു മാനസിക രോഗിയായി മാറിയത്. പിന്നെ ഏകദേശം 3-4 വർഷം മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ചികിത്സ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിയ വാസു അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജയിൽ മുറിയിൽ കുത്തിക്കുറിച്ചിട്ടിരുന്നത് ഞാൻ വായിച്ചു. ഭ്രാന്തമായ ആ വരികളിൽ വല്ലാത്ത ചില അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. അയാളുടെ ചിത്രമടക്കം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. നമ്മുടെ സ്റ്റേറ്റിലെ നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം, പ്രത്യേകിച്ച് ഇന്ന് രാത്രി. Answer calling all units. We are dealing with a very dangerous criminal. He's out there. സിഗ്നൽ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ആ ടവറിന് 1/2 കിലോമീറ്റർ റേഡിയസ് ഉള്ളിലായിരിക്കും ലൊക്കേഷൻ. സർ, അയാൾക്ക് അവിടെ എവിടെ ഒരു റബ്ബർ സ്റ്റേറ്റ് ഉള്ളതായിട്ട് അറിയാൻ കഴിച്ചിട്ടുണ്ട് സർ. SI സുരേഷ് ഒരു ടീമും അങ്ങോട്ട് പോയിട്ടുണ്ട്. നിനക്ക് എന്നോടല്ലേ പക?
നിന്റെ മോൻ പോയിടത്തേക്ക് നിന്റെ മോളെ ഞാൻ പറഞ്ഞയച്ചു.